ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഖലീൽ ജിബ്രാൻ തൻ്റെ മനുഷ്യപുത്രനായ യേശു എന്ന കൃതിയിൽ പാത്മോസിലെ ജോൺ ഈശോയെ അനുസ്മരിക്കുന്നതിനെ വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: ഒരു ദിവസം ഞാനും അവനും കൂടി പാടത്തുകൂടെ നടക്കുകയായിരുന്നു. ഞങ്ങൾക്കിരുവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങകലെ ഒരു ആപ്പിൾ മരം കണ്ട് ഞങ്ങൾ അതിനടുത്തെത്തി. അതിൽ 2 ആപ്പിൾ പഴങ്ങളുണ്ടായിരുന്നു. അവൻ സ്വന്തം കൈകൾ കൊണ്ട് ആ മരമൊന്ന് കുലുക്കി 2 പഴങ്ങളും താഴെ വീണു. താഴെ വീണ പഴങ്ങൾ 2 പെറുക്കിയെടുത്തതിന് ശേഷം അവൻ ഒരെണ്ണം എനിക്ക് തന്നു, മറ്റേത് സ്വന്തം കയ്യിൽ വെച്ചു. വിശപ്പിൻ്റെ ആധിക്യ നിമിത്തം ഞാൻ വളരെ വേഗം എൻ്റെ ആപ്പിൾ തിന്നു തീർത്തു. അപ്പോൾ തൻ്റെ കയ്യിലുള്ള ആപ്പിൾ എൻ്റെ നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതുകൂടി ഭക്ഷിക്കുക. ഞാൻ അത് വാങ്ങുകയും നിർലജ്ജമായ വിശപ്പിൽ അത് വേഗം കഴിച്ചു തീർക്കുകയും ചെയ്തു. ഞാൻ അവൻ്റെ മുഖമൊന്ന് ശ്രദ്ധിച്ചു. അവിടെ കണ്ടതിനെ ഞാൻ എങ്ങനെ വിവരിക്കും? മെഴുകുതിരികൾ എരിയുന്ന ഒരു രാവ്. പ്രിയമുള്ളവരെ, സ്വീകരിക്കുന്നതിനെയും കൊടുക്കുന്നതിനെയും അതിൻ്റെ വിശുദ്ധ ഭാവങ്ങളെക്കുറിച്ചും ഇതിൽ മനോഹരമായി ആർക്കാണ് വിവരിക്കാൻ കഴിയുക? കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനം 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കൊടുക്കുമ്പോൾ തങ്ങൾ സ്വീകരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചാണ്. മക്കദോനിയയിലെ സഭയ്ക്ക് വേണ്ടി നടത്താൻ പോകുന്ന ഒരു ധനശേഖരണത്തെക്കുറിച്ചുള്ള ഒരു സൗമ്യമായ ഓർമ്മിപ്പിക്കലും കൂടിയാണത്. അവിടെ അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിർബന്ധം മൂലം കൊടുക്കുന്നവരാകരുത്, മറിച്ച് സന്മനസ്സോടെ കൊടുക്കണം. മക്കദോനിയയിൽ നിന്നും ആളുകളെയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ കൊറിന്തോസിലെ ജനങ്ങൾ നിർബന്ധത്തിൻ്റെ പേരിലാണ് സഹായിക്കുന്നതെങ്കിൽ അത് അവർക്ക് അപമാനമായിട്ട് മാറുമെന്ന് അപ്പോസ്തലൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കൊടുക്കലുകളും സന്മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതാകണം. ആരുടെയെങ്കിലും നിർബന്ധമോ പ്രേരണയോ മൂലമാണ് നാം കൊടുക്കുന്നതെങ്കിൽ അത് അപമാനമായിട്ട് മാറുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. അവിടെ നാം കാണുന്നത് ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ സംഭാവനകൾ നിക്ഷേപിക്കുന്ന ആളുകളെ ഈശോ നിരീക്ഷിക്കുന്നതാണ്. അനേകം ധനികർ വന്ന് വലിയ തുകകൾ നിക്ഷേപിക്കുമ്പോൾ ഒരു ദരിദ്ര വിധവ ചെമ്പുതുട്ടുകളെ നിക്ഷേപിക്കുന്നത് ഈശോ കാണുന്നു. ഈശോ പ്രഖ്യാപിക്കുകയാണ്, മറ്റാരെയേക്കാൾ കൂടുതലായി ഈ വിധവ നിക്ഷേപിച്ചിരിക്കുന്നു. കാരണം മറ്റെല്ലാവരും സമൃദ്ധിയിൽ നിന്ന് തന്നപ്പോൾ അവൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഉപജീവനത്തിനായിട്ടുള്ളത് മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സംഭാവനയും സമർപ്പണവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് നമുക്കറിയാം. സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നതാണ് സംഭാവന. അത് നമുക്ക് വലിയ പരിക്കൊന്നും ഏൽപ്പിക്കുന്നില്ല. പക്ഷെ അതേസമയം സമർപ്പണം എന്നത് സന്മനസ്സോടെ നമുക്കുള്ളതെല്ലാം നൊന്തുകൊണ്ട് നോവനുഭവിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എപ്പോഴും സമർപ്പണമായിട്ട് മാറണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒരിക്കലും പാടില്ല എന്നും ആ പ്രതീക്ഷയോടെ നൽകാൻ പാടില്ല എന്നും ഈശോ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ നാം പുലർത്തേണ്ട മനോഭാവത്തെക്കുറിച്ച് തന്നെയാണ് ഈശോ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഖലീൽ ജിബ്രാൻ പ്രകാരം പറയുന്നുണ്ട്, സ്വയം കണ്ണാടി നോക്കുന്ന പുണ്യം ശിലയായി മാറും. മൃദുല നാമങ്ങൾ കൊണ്ട് സ്വയം വിളിക്കുന്ന സൽക്കർമ്മങ്ങൾ ഒരു ശാപത്തിന് എതിർത്തം നൽകും. പ്രിയമുള്ളവരെ, കൊടുക്കുമ്പോൾ സന്മനസ്സോടെ കൊടുക്കാൻ, അതിനെ സമർപ്പണമാക്കി മാറ്റാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ കൊടുക്കലുകളിലും ത്യാഗത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടാവണം, ഒരു നോവിൻ്റെ നൊമ്പരമുണ്ടാവണം. അപ്പോൾ നമ്മുടെ കൊടുക്കലുകളെല്ലാം സമർപ്പണങ്ങളായിട്ട് മാറും. ദൈവത്താൽ പ്രശംസിക്കപ്പെടുന്ന, ദൈവത്താൽ നിരീക്ഷിക്കപ്പെടുന്ന സമർപ്പണങ്ങളായി അവ തീർച്ചയായിട്ടും രൂപാന്തരപ്പെടും. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.